നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ CPM-നുള്ളിൽ അതൃപ്തി പുകയുകയാണ്. നേതൃത്വത്തിനെതിരെ ശക്തമായ ഒരു വികാരമാണ് പല ജില്ലകളിലും ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പല പ്രമുഖ നേതാക്കളും പാർട്ടിയോട് അകന്നു നിൽക്കുകയാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട്. അവരെയൊക്കെ തന്നെ പാർട്ടി അവഗണിക്കുന്നു, അവരെയൊക്കെ തന്നെ പാർട്ടി എഴുതിത്തള്ളുന്നു. ഒരു കാലത്ത് പാർട്ടിക്ക് വേണ്ടി മുന്നിൽ നിന്ന് പോരാടിയ ശക്തമായിട്ടുള്ള നേതൃത്വം നൽകിയ നേതാക്കളൊക്കെ തന്നെയും ഇപ്പോൾ അവഗണിക്കപ്പെടുന്നു. പുതിയ നേതൃത്വം അവരെയൊന്നും പരിഗണിക്കുന്നില്ല എന്നൊരു വികാരം താഴെ തട്ടു മുതലുള്ള അണികൾക്കിടയിൽ ഇപ്പോൾ ശക്തമാണ്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം അത് ആലപ്പുഴ ജില്ലയിലെ ജി സുധാകരൻ എന്ന് പറയുന്ന അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവിനോട് പാർട്ടി നേതൃത്വം കഴിഞ്ഞ കുറെ കാലമായി കാണിച്ചിരിക്കുന്ന അവഗണനയാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പാർട്ടിയിൽ നിന്നും പുറത്തു പോകും, അദ്ദേഹം സ്വയം പാർട്ടി വിട്ടു പോകും എന്ന ഒരു തിരിച്ചറിവ് വന്നപ്പോൾ ഇപ്പോൾ നേതാക്കന്മാർ ഓടിച്ചാടി ഒന്നിനു പിറകെ ഒന്നിട്ട് എല്ലാ നേതാക്കന്മാരും ജി സുധാകരന്റെ വസതിക്ക് മുന്നിൽ കാത്തുകെട്ടി നിൽക്കുകയാണ് അദ്ദേഹത്തെ കണ്ട് അനുനയിപ്പിക്കാനായിട്ട്. എന്നാൽ അദ്ദേഹം വഴങ്ങുന്ന യാതൊരു സൂചനകളും നമുക്ക് ഇപ്പോഴില്ല എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനിടയിലാണ് CPM-ലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾക്ക്, വിഭാഗീയതയ്ക്ക്, അതൃപ്തിക്ക് ഒക്കെ തന്നെ കാരണമാകുന്നത്. ഒരു കൂട്ടം ആളുകളുടെ പാർട്ടിയെ ഇപ്പോൾ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചുരുക്കം ചില ആളുകളുടെ താല്പര്യങ്ങൾക്ക്, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത്, അതിനനുസൃതമായിട്ടാണ് സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നത് എന്ന വലിയ രീതിയിലുള്ള ഒരു വിമർശനം പാർട്ടിക്കുള്ളിൽ ഉയരുന്നുണ്ട്. നമുക്കറിയാം, പിണറായി വിജയൻ അദ്ദേഹം തുടർച്ചയായ മൂന്നാം തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുകയാണ്. അദ്ദേഹമാണ് പാർട്ടിയെ, മുന്നണിയെ നയിക്കുന്നത്. ആ വിഷയത്തിൽ പിണറായി വിജയന് കലവറയില്ലാത്ത പിന്തുണയാണ് PB ഉൾപ്പെടെ നൽകുന്നത്. മറ്റാർക്കും ലഭിക്കാത്ത തരത്തിലുള്ള ഇളവുകള് എല്ലാം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒറ്റ വ്യക്തിക്ക് വേണ്ടി മാത്രം പാർട്ടി നൽകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ പല നേതാക്കൾക്കും, മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അതിൽ അതൃപ്തരാണ് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതാണ്. കണ്ണൂരേക്ക് നോക്കുമ്പോൾ, കണ്ണൂരിൽ പാർട്ടിക്ക് ഏറെ സ്വാധീനമുള്ള ഒരു ജില്ലയാണ്. അവിടെ പാർട്ടി കോട്ടയം എന്ന് പറയാവുന്ന പല മണ്ഡലങ്ങളുമുണ്ട്. അവിടെ ഒരു കുടുംബാധിപത്യ പാർട്ടിയായിട്ട് CPM മാറുന്നു എന്ന വിമർശനം അണികൾ പോലും ഉയർത്തുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, തളിപ്പറമ്പിൽ നിലവിലെ MLA ആയിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒഴിയുമ്പോൾ പകരം അവിടേക്ക് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയാണ്. അവര് പാർട്ടി പ്രവർത്തകയാണ് എന്നതൊക്കെ തന്നെ പരിഗണിക്കുമ്പോഴും എന്തുകൊണ്ട് മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ ഉയർന്നു വന്നില്ല എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അവിടെ അപ്പോൾ PK ശ്യാമളയ്ക്ക് കിട്ടിയ ഒരു പരിഗണന അത് MV ഗോവിന്ദന്റെ ഭാര്യ എന്നത് തന്നെയാണ് എന്നത് ഏവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. അത് പലരും ഉയർത്തി കാണിക്കുന്നതുമുണ്ട്. അതേസമയം തന്നെ മറ്റു പലർക്കും അത്തരത്തിലുള്ള പരിഗണനകളൊന്നും ലഭിക്കുന്നില്ല എന്ന വിമർശനവും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അവിടെ മട്ടന്നൂരിലെ നിലവിലെ MLA ആയിട്ടുള്ള KK ശൈലജ, അവർക്ക് തുടർച്ചയായിട്ടുള്ള രണ്ടാം തവണയും അവിടെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനെതിരെ KK ശൈലജ തന്നെ പാർട്ടി നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചു. അല്ലെങ്കിൽ തനിക്ക് മാത്രം എന്താണ് അയോഗ്യത എന്ന ചോദ്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ KK ശൈലജ മുതിർന്ന നേതാക്കളോട് തന്നെ ഉന്നയിച്ചു. അതിനെ തുടർന്നാണ് അവർക്ക് വീണ്ടും ഒരു മത്സരിക്കാൻ അവസരം കൊടുത്തുകൊണ്ട് പേരാവൂരിലേക്ക് അവരെ തട്ടിക്കളഞ്ഞിരിക്കുന്നത്. പേരാവൂർ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. ഷുവർ സീറ്റായിട്ടുള്ള മട്ടന്നൂരിൽ നിന്നും KK ശൈലജയെ പേരാവൂരിലേക്ക് മാറ്റിയിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ തലശ്ശേരിയിലെ സിറ്റിംഗ് MLA ആയിട്ടുള്ള AN ഷംസീറിനെ മാറ്റി തുടർച്ചയായി 2 തവണ മത്സരിച്ച് വിജയിച്ച വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇത്തവണ സീറ്റ് ഉണ്ടാകില്ല, പകരം മറ്റൊരു സ്ഥാനാർത്ഥിയാകും തലശ്ശേരിയിൽ വരിക. അവിടെ പാർട്ടിക്ക് വിജയിക്കാൻ കഴിയും എന്നതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു മാറ്റം എന്നാണ് നേതൃത്വം പറയുന്നത്. അവിടെ അപ്പോൾ അത്തരത്തിൽ തങ്ങൾ നോക്കി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും ഒഴിവാക്കണമെന്ന് തങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്കെതിരെ മാത്രമേ ഈ 2 ടൈം നിബന്ധന നടപ്പിലാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനെതിരെയൊക്കെ തന്നെ പാർട്ടിക്കുള്ളിൽ പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ എറണാകുളം ജില്ലയിൽ പലർക്കും വീണ്ടും ഒരിക്കൽ കൂടി മത്സരിക്കാനുള്ള അവസരം നൽകുമ്പോൾ വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തെ മണ്ഡലം മാറ്റിയിരിക്കുകയാണ്. പൈപ്പിൽ നിന്നും തൃപ്പൂണിത്തുറ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സിറ്റിംഗ് മണ്ഡലത്തിലേക്കാണ് ഉണ്ണികൃഷ്ണനെ മാറ്റിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ഏതാണ്ട് 55ഓളം MLA മാർക്ക് വീണ്ടും അവസരം കൊടുത്തതിൽ 2 MLA മാർക്ക് മാത്രമാണ് അത്തരത്തിൽ മണ്ഡലത്തിൽ മാറ്റം വന്നിരിക്കുന്നത്. അത് KN ഉണ്ണികൃഷ്ണനും മറ്റൊന്ന്
മട്ടന്നൂരിലെ സിറ്റിംഗ് എം എൽ എ ആയിട്ടുള്ള കെ ശൈലജയുമാണ്. അവർ രണ്ടുപേർക്കും അവരുടെ സിറ്റിംഗ് മണ്ഡലങ്ങളിൽ വീണ്ടും മത്സരിക്കാൻ ഒരു അവസരം പാർട്ടി കൊടുത്തിട്ടില്ല. അവർ രണ്ടുപേരെയും മാറ്റിയിരിക്കുകയാണ്. അത് രണ്ട് സ്ഥാനാർത്ഥികൾക്കും അല്ലെങ്കിൽ രണ്ട് നേതാക്കൾക്കും അക്കാര്യത്തിൽ വലിയ അതൃപ്തിയുണ്ട്. കെ ഉണ്ണികൃഷ്ണൻ പറയുന്നത് താൻ അവിടെ വലിയ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തി വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് താൻ സജ്ജമായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മാറ്റി തനിക്ക് പരിചിതമല്ലാത്ത പുതിയൊരു മണ്ഡലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിലുള്ള അതൃപ്തി നിരസം അദ്ദേഹം ഇതിനോടകം തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. സമാനമായ രീതിയിൽ തന്നെയാണ് ഒരുപക്ഷെ അതിനെക്കാട്ടിലും ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് കെ ശൈലജയ്ക്കെതിരായിട്ടുള്ള ഒരു നീക്കം. അവര് തലമുതിർന്ന സമുന്നതയായിട്ടുള്ള കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ്, മുൻ മന്ത്രിയാണ്, ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിയാണ്. പക്ഷേ കെ ശൈലജയ്ക്ക് അത്തരമുള്ള പരിഗണനയൊന്നും കൊടുക്കുന്നില്ല. ഒന്നുകിൽ ഇത്തവണ അവർക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കും, അല്ല എന്നുണ്ടെങ്കിൽ മത്സരിക്കണമെന്ന് അവർക്ക് താല്പര്യമുണ്ട് എങ്കിൽ പേരാവൂരിൽ പോയി മത്സരിക്കട്ടെ എന്നതാണ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്ന ഒരു ലൈൻ. ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ ഈ മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായിട്ടുള്ള പി.എ. മുഹമ്മദ് റിയാസ് അദ്ദേഹം ഈ ബേപ്പൂരിൽ വീണ്ടും മത്സരത്തിന് ഇറങ്ങുകയാണ്. കൂടാതെ ഇരിങ്ങാലക്കുടയിൽ ആർ ബിന്ദു, നിലവിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വീണ്ടും മത്സരത്തിന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഏതാണ്ട് മറ്റു 3 പേർ, പിണറായി വിജയനെ മാറ്റി നിർത്തിയാൽ മറ്റു 3 പേർ പോളിറ്റ് ബ്യൂറോയിലെ അംഗങ്ങളായിട്ടുള്ളവരുടെ ബന്ധുക്കൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ CPM വേണ്ടി മത്സരത്തിന് ഇറങ്ങുന്നുണ്ട്. അതിലൊന്ന് MP ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയാണ്, മറ്റൊന്ന് മുഹമ്മദ് റിയാസ് ആണ്, മുഖ്യമന്ത്രിയുടെ മരുമകനാണ്. ഒപ്പം തന്നെ മറ്റൊന്ന് A വിജയരാഘവന്റെ ഭാര്യയായിട്ടുള്ള ആർ ബിന്ദു ഇരിങ്ങാലക്കുടയിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള തീരുമാനങ്ങളാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ കൈക്കൊണ്ടു മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 2016 ആദ്യമായിട്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം മത്സരിക്കാനായിട്ട് എത്തുന്നു. ധർമ്മടത്തിൽ നിന്നും അദ്ദേഹം മത്സരിച്ചു. അന്ന് അദ്ദേഹത്തിനൊപ്പം VS അച്യുതാനന്ദനും മത്സര രംഗത്തുണ്ടായിരുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉയർത്തി കാട്ടിയില്ല എങ്കിൽ പോലും നമുക്ക് മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പുണ്ടായിരുന്നു, വ്യക്തതയുണ്ടായിരുന്നു. പിണറായി വിജയൻ തന്നെയാകുമെന്ന് ഉറപ്പായിരുന്നു. 2021 എത്തുമ്പോൾ VS അച്യുതാനന്ദൻ അദ്ദേഹം രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച് അദ്ദേഹം വിശ്രമത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ പൂർണ്ണമായിട്ടും പിണറായിയുടെ കൈപ്പിടിയിലേക്ക് പാർട്ടി ഒതുങ്ങുകയാണ്. 2026 വരുമ്പോൾ സമാനമായ രീതിയിൽ തന്നെ പൂർണ്ണമായിട്ടും പാർട്ടിയെ സ്വന്തം കൈവെള്ളയിലാക്കിക്കൊണ്ട് പിണറായി വിജയൻ നിൽക്കുന്ന ഒരു കാഴ്ച. പിണറായി വിജയന് വേണ്ടിയിട്ട് എല്ലാ നിയമങ്ങളും പാർട്ടിയുടെ എല്ലാ ചട്ടങ്ങളും മാറ്റിമറിച്ച് കളയുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും VS അച്യുതാനന്ദൻ തന്റെ 82ാമത്തെ വയസ്സിലാണ് 2006 ആദ്യമായിട്ട് മുഖ്യമന്ത്രി ആയത്. പക്ഷെ പിണറായി വിജയൻ 80 വയസ്സാകുമ്പോഴേക്കും തുടർച്ചയായിട്ടുള്ള 3ാമത്തെ തവണ മുഖ്യമന്ത്രിയാകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പാർട്ടി അങ്ങനെ പാർട്ടിയുടെ നയങ്ങളും സമീപനങ്ങളും എല്ലാം മാറ്റുകയാണ്. ഒരു വ്യക്തിക്ക് പാർട്ടി കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ള വലിയൊരു വിമർശനം ഉയരുന്നു. ഒപ്പം തന്നെയാണ് മറ്റു പലരെയും കഴിവുള്ള മറ്റു പല നേതാക്കളെയും അടിച്ചമർത്താൻ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. അവരൊക്കെ തന്നെ വിമതരായിട്ട് മാറിക്കൊണ്ട് പാർട്ടിക്ക് വലിയൊരു തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ആലപ്പുഴയിൽ ജി സുധാകരനെ പോലെ സമുന്നതനായിട്ടുള്ള നേതാവ് പാർട്ടിയോട് കൊമ്പ് കോർത്ത് എപ്പോൾ വേണമെങ്കിലും പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോകാം എന്നുള്ള നിലയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനിടയ്ക്കാണ് പാലക്കാട് ഒരു വിമത കൺവെൻഷൻ ഇന്നലെ ചേർന്നത്. PK ശശി മുൻ MLA, KTDCയുടെ മുൻ ചെയർമാനും ഒക്കെ ആയിരുന്ന PK ശശി അദ്ദേഹം കഴിഞ്ഞ ആഴ്ചയാണ് KTDCയുടെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചത്. അപ്പോഴും പാർട്ടി വിചാരിച്ചിരുന്നത് അദ്ദേഹം പാർട്ടിക്കൊപ്പം നിൽക്കുവാനാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം പാലക്കാട്ടെ CPM വിമതരുടെ കൺവെൻഷനിൽ പങ്കെടുക്കുകയും പാർട്ടിക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഈ പറയുന്ന PK ശശിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനത്തിലേക്ക് പോകുന്നത്. അതിനു മുൻപ് ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉൾപ്പെടെ വന്നപ്പോൾ പോലും അദ്ദേഹത്തെ പാർട്ടി കൈവിട്ടിരുന്നില്ല. മറ്റു പല ആരോപണങ്ങളും അദ്ദേഹത്തിനെതിരെ, സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നപ്പോഴും പാർട്ടി അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പാർട്ടിക്കെതിരെ സംസാരിച്ചു എന്നതിന്റെ പേരിൽ പുറത്താക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ പാലക്കാട് PK ശശിയുടെയും ഒപ്പം തന്നെ ആലപ്പുഴയിൽ ജി സുധാകരന്റെയും ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള നിലപാടുകൾ അത് പാർട്ടിക്ക് വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതിന് അത്തരത്തിൽ നേതാക്കൾ ഇങ്ങനെ വിമതരായിട്ട് മാറുന്നതിനും പാർട്ടിക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നതിലും നിലവിലെ നേതൃത്വത്തിന് വലിയൊരു പങ്കുണ്ട് എന്ന വിമർശനം പൊതുവിൽ പാർട്ടിയിൽ ഉയരുകയാണ്. പ്രത്യേകിച്ച് നിലവിലെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദന്റെ ചില നിലപാടുകൾ അത് വലിയ രീതിയിൽ പാർട്ടിക്ക് ദോഷം ചെയ്യുന്നുണ്ട്. പല ജില്ലകളിലും വിഭാഗീയ പ്രവർത്തനങ്ങളെ അടിച്ചമർത്താനോ ഒന്നും തന്നെ ഈ MP ഗോവിന്ദന്റെ നേതൃത്വത്തിന് കഴിയുന്നില്ല. അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയെ ശേഷം ആദ്യമായിട്ട് വിഭാഗീയത്തിൽ ഇടപെട്ട ഒരു ജില്ല ആലപ്പുഴയായിരുന്നു. പക്ഷേ അവിടെ അദ്ദേഹത്തിന്
അദ്ദേഹം ഒരു വിഭാഗത്തെ മാത്രം ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ മറുവശത്ത് സമുന്നത നേതാവായിട്ടുള്ള ജി സുധാകരനെ പൂർണ്ണമായും തഴയുന്ന ഒരു കാഴ്ച കണ്ടു. ഒപ്പം തന്നെ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ പരിഹസിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് മനോവേദന ഉണ്ടാക്കുന്ന തരത്തിൽ അദ്ദേഹത്തിനെതിരെ ചില പ്രസ്താവനകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പാർട്ടി അണികളിൽ നിന്നും അകന്നുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടിയെ നിലവിൽ നയിക്കുന്ന ചില നേതാക്കളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് നേതൃത്വമെല്ലാം മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച, അത് പാർട്ടിക്ക് വലിയ രീതിയിൽ തിരിച്ചടിയാകുന്ന കാര്യത്തിൽ സംശയമില്ല. അതുതന്നെയാണ് അണികളും നേതാക്കളും ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നവർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയങ്ങളൊക്കെ തന്നെ CPM-നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.